നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറാന്റെ ഐറിസ് ഡേന എന്ന കപ്പൽ അമേരിക്ക ആക്രമിച്ചു. അത് ടോർപിഡോ ഉപയോഗിച്ച് ആക്രമിച്ച് ആ കപ്പൽ നശിപ്പിച്ചു. ഇതിലെന്തെങ്കിലും ന്യായീകരണമുണ്ടോ ഇല്ലയോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ന്യായീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എതിരാളികളുടെ എല്ലാവിധ യുദ്ധ സംവിധാനങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് ഒരു യുദ്ധതന്ത്രം. അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ചെയ്തത് ശരിയാണെന്ന് വേണം പറയാൻ. കാരണം ഇറാന്റെ എല്ലാ ആയുധങ്ങളും അതുപോലെ എല്ലാ ആ, ടാങ്കറുകളും ഓപ്പറേഷൻ സെന്ററുകളും അതുപോലെ ഷിപ്പുകളും എല്ലാം അമേരിക്ക ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെ ട്രാക്ക് ചെയ്തപ്പോൾ അവർക്ക് ഏത് സമയത്തും ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ ഐറിസ് ദേന എന്ന് പറയുന്ന ഈ കപ്പൽ. ഇത് മിലിറ്ററി ആവശ്യങ്ങൾക്കായി, അതായത് മിലിറ്ററി പരിശീലനത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്നതാണ്. ആ പരിശീലനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ് അത് ആക്രമിച്ചത്. എന്നാൽ ഈ പരിശീലനം കഴിഞ്ഞ് പോകുന്ന വഴി ഏത് സമയത്തും അത് അമേരിക്കൻ അല്ല, ഇറാൻ തീരത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു യുദ്ധക്കപ്പലായി മാറുകയും അത് അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പൊസിഷൻ മനസ്സിലാക്കി അത് ഏതാണ്ട് ശ്രീലങ്കൻ കടലിന്റെ ഭാഗത്ത് വെച്ച് അത് തകർത്തത്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു രാജ്യം മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇറാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അമേരിക്കയുടെ മറ്റ് രാജ്യങ്ങളുള്ള സൈനിക താവളങ്ങളിലും അവരുടെ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളും എണ്ണക്കിണറുകളിലും ഒക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതും ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇറാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ദുബൈയിലെയും സൗദിയിലെയുമുള്ള എണ്ണക്കിണറുകൾക്ക് നേരെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഷിപ്പ് അറ്റാക്ക് ചെയ്തതിന് ഒരു രീതിയിലും തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഇറാൻ തീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു യുദ്ധക്കപ്പലായിട്ട് ആക്ട് ചെയ്യുകയും ഇത് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പറയുന്നത് അത് ഭയങ്കര നിയമലംഘനമാണ് ചെയ്തത്. പക്ഷെ അതല്ല, ഇറാന്റെ എല്ലാ കാര്യങ്ങളും അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ വെപ്പണുകളും ടാങ്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇതുപോലെയാണ്. പക്ഷെ അമേരിക്കയുടെ എംബസികൾ യാതൊരു കാര്യവുമില്ലാതെ മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു. അതെന്തിനാണ്? അത് അവര് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എംബസികളുടെ മറ്റ് അമേരിക്കക്കാർക്കുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വിസ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ രാജ്യത്തെ എംബസി തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെയുള്ള എംബസികളാണ് ആക്രമിക്കുന്നത്. അങ്ങനെ എംബസികൾ ആക്രമിക്കുന്നത് യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എംബസിയിലുള്ള ആൾക്കാർ. പക്ഷേ അവരെയും ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ന്യായീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ഈ യുദ്ധത്തിന് തന്നെ പ്രധാനമായുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖമേനി ശരിക്കും ഒരു മത നേതാവും ഒരു സുപ്രീം നേതാവുമാണ് ഷിയ മുസ്ലിങ്ങളുടെ. പക്ഷെ അയാൾ അതിൻ്റെതായ യാതൊരു പക്വതയും കാണിച്ചിട്ടില്ല. അയാൾ ഒരു ഉന്മൂലന സിദ്ധാന്തമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇസ്രായേലുകളെ മുഴുവൻ കൊന്നൊടുക്കണം, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നാശം, ഡെഡ് ടു ഇസ്രായേൽ, ഡെഡ് ടു അമേരിക്ക എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ടൈം ടാർഗറ്റ് തന്നെ ഉണ്ടാക്കി. ഇറാനിൽ തന്നെ ഒരു ക്ലോക്ക് സ്ഥാപിച്ച് അങ്ങനെ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയും പ്രതികരണം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. ഒരു സൈനിക മേധാവിയും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയും ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ മച്യൂരിറ്റി കാണിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. പക്ഷെ അങ്ങനെ ഒരു മച്യൂരിറ്റി കാണിക്കാത്തിടത്തോളം കാലം അതുകൊണ്ടാണ് മാത്രമാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ജനതയും അതുപോലെ ഇറാനിലെ മിലിറ്ററിയും എല്ലാം ഒരു പക്വത കാണിക്കുകയും അവർ അടുത്തുള്ള ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള രാജ്യമാണ്, 1000 കിലോമീറ്റർ അകലെയുള്ളൂ. അങ്ങനെയുള്ള രാജ്യങ്ങളോടൊക്കെ സൗഹൃദമായിട്ട് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള പോയെങ്കിൽ മാത്രമാണ് വരുള്ളൂ. ഒരു ഉന്നത രീതിയിലേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അയാളുടെ അദ്ദേഹത്തിന്റെ പഴയ രീതിയിലുള്ള വർഗീയപരമായ കാര്യങ്ങളൊക്കെ മാറി പുള്ളി ഇപ്പോൾ ഒരു ജനകീയമായി തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പരിധി വരെ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് സമാധാനത്തിന് മുൻപോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതേസമയം നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ ഹിന്ദു പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയിലുള്ള മറ്റു മതക്കാരെല്ലാം ഉന്മൂലന നാശം ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടാവും. അത് എല്ലാ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉന്മൂലന സിദ്ധാന്തമല്ല, എല്ലാവരെയും യൂണിറ്റി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഒരു യുണൈറ്റഡ് തിങ്കിങ് അല്ലാത്ത എല്ലാ ഭരണാധികാരികൾക്കും ഈ രീതിയിലുള്ള മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉന്മൂലന സിദ്ധാന്തം നടത്തിയിട്ടുള്ള എല്ലാ ഭരണാധികാരും നശിച്ചിട്ടുള്ള സദ്ദാം ഹുസൈൻ ആണെങ്കിലും ഖമേനി ആണെങ്കിലും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഇറാന്റെ ഈ ഷിപ്പ് ആക്രമിച്ചാൽ ഒരു തെറ്റും പറയാനില്ല. കാരണം ഇത് യുദ്ധമാണ്. യുദ്ധസമയത്ത് ഇങ്ങനെ എന്ത് സംഭവിക്കാം. അപ്പോൾ ഇത് അമേരിക്ക ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ബൈ.